ചെറുക്കന്മാരുടെ ഞാൻ വിളിച്ചപ്പോ അത് നല്ലൊരു ഒരു വല്ല കച്ചറയിൽ പെട്ടാൽ വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാ. ഹലോ അസ്സലാമു അലൈക്കും മുത്തുമണികളെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കേക്ക് ഉണ്ടാക്കി എന്നല്ലാതെ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേക്ക്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാത്തുവിനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? പാത്തു എടുക്ക പോയിരുന്നു മൂത്തമ്മാന്റെ കുടിയേക്കല്ല കേട്ടോ. പാത്തു ടൂർ പോയിക്കായിരുന്നു അല്ലേ? ടൂറ് പോയി. അപ്പോൾ പാത്ത് ടൂർ പോയിക്കായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കും പോലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ മുറിക്കുമ്പോൾ നമ്മളെ കുട്ടികൾ വേണ്ടേ? നമ്മളെ പെരിയിൽ ഇപ്പോൾ ഉള്ള കുട്ടികൾ ഇപ്പോൾ ബലാണ്, ഇവരില്ലാതെ മുറിക്കാൻ പറ്റൂല്ലോ. അപ്പോൾ ബലൊക്കെ പാടെ വന്നിക്കണു. അപ്പോൾ കേക്ക് മുറിക്കണതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ ഷാനോ? അപ്പോൾ മക്കളെ കേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം കേട്ടോ. പാത്ത് കേക്ക് കണ്ടിട്ടില്ലല്ലോ? നിനക്ക് എടുക്കണ്ട, ഞാൻ എടുത്തുതരാം. നമുക്ക് മുറിക്കട്ടത്. അപ്പോൾ നമ്മളെ കേക്ക് എടുത്തു. നമുക്കിത് മേശമ്മ കൊണ്ടുപോയിട്ട് നമുക്കിത് മുറിക്കാം. അപ്പോൾ കേക്ക് മക്കളെ ഇവിടെ കൊടുന്ന് വെച്ചു. നമുക്ക് കട്ട് ചെയ്യാല്ലേ? പാത്തു കട്ട് ചെയ്യും കേട്ടോ. പാത്തുവോ എന്നാ ഇത് മുറിച്ചണ്ടേ? ഇതാ ഇങ്ങോട്ട് ഈ കൈ കൊണ്ട് പിടിച്ച് ഇതാ. ബിസ്മില്ലാ. എന്നാ രസമുണ്ടോ? രസമുണ്ടോ? എന്നാ ഷാനോ നമ്മ. അപ്പൊ മക്കളെ കേക്ക് കട്ടിങ് കഴിഞ്ഞു നമ്മളെ. കേക്ക് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? രസമുണ്ടോ? 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 സത്യം പറ, രസമുണ്ടോ? അപ്പോൾ കേക്ക് രസമുണ്ട് ഇത്ര, കുഴപ്പമൊന്നുമില്ല ഇത്ര. കരിനാലെന്താ കേക്ക് അടിപൊളിയാണ് ഇത്ര. അപ്പോൾ മക്കളെ കേക്ക് പാത്ത് നമ്മളെ കേക്ക് കട്ട് ചെയ്തിട്ടോ. ഷാനൊക്കെ തിന്നിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ലാന്നാണ്. അപ്പോൾ ഇനി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം, ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാം നമുക്ക് കേക്ക് കേട്ടോ. ഇങ്ങനെ എത്ര ആളുണ്ടാവും ഉമ്മ? കുറേ ആളുണ്ട്. പാത്തുനാണോ? ഇപ്പം തരാം കേട്ടോ. പാത്തുന് മുറിച്ചേന്നോ? ഇത് മുറിച്ചാന്നോ? ഞാൻ മുറിച്ചാന്നാണ് നമ്മൾ പറയുന്നത്. ഇത് മുറിച്ചില്ലേ? നീ ഇത് മുറിച്ചാൽ ശരിയാവൂല കേട്ടോ. അപ്പതാ ഇങ്ങനെ പീസുകളാക്കി ഒരു പാത്രം കൊണ്ട്. അപ്പതാ എല്ലാവർക്കും തികയാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ലെവലിലുള്ള പീസാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. പാത്തു പ്ലേറ്റ് ഒക്കെ എടുത്ത് റെഡി ആയിക്കണം കേട്ടോ കേക്കിന്. ഇല്ല പാത്തു, നമുക്ക് ഇനി കേക്ക് വേണോ? തരൂല കേട്ടോ. കേക്ക് വേണോ? പാത്തുവിന് ഇനിയും കേക്ക് വേണം. അപ്പോൾ പാത്തുവിന് കേക്ക് പറ്റിക്കണു. കേക്ക് ബലമൊന്നുമില്ല കേട്ടോ, അത് മുറിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ബലമൊന്നുമില്ല. അങ്ങനെ ഇതാ ഓരോ പീസ് എല്ലാതും ആക്കിട്ടോ. പാത്തുവിനുള്ള പീസ് ഇതാ കൊടുക്കണം. പാത്തുവിന് ഷാനുവിന് ഏതാണ്ട് ഇതാണ് ഷാനുവിന്. പിന്നെ ഉമ്മമാക്ക് കൊടുത്തു. സാലുവിനുണ്ടേ? എന്നാ സാലു കേട്ടോ ക്യാമറ എടുക്കണേ. സാലുവിന്. അപ്പോൾ മക്കളെ നമ്മൾ ഇത് പാക്കാക്കണേ നമ്മളെ ചെക്കന്മാർക്കാണ് കേട്ടോ. കാരണം ചെറുതാണെങ്കിൽ പോലും ഇന്ന് 10K ആയെങ്കിൽ അത് ഓലില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ആവൂല. അതുകൊണ്ട് നമ്മളെ ചെക്കന്മാർക്ക് കൊടുക്കാതെ ഞാൻ കേക്ക് മുറിക്കുന്നത് ശരിയല്ല. നമ്മളെ നൗഫലിനും ഷാനുവിനും തായറിനും നമ്മളെ സ്റ്റുഡിയോയിലെ ചെക്കന്മാർക്കൊക്കെ ഉള്ളതാണ് കേട്ടോ. ഓലോട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ വരാൻ പറഞ്ഞതാണ്, പക്ഷേ തായറിൻ്റെ എന്തോ വണ്ടിയുടെ കാര്യത്തിന് ഒരു പെരിന്തമണ്ണ ഷോറൂമിലായിരുന്നു. അപ്പോൾ ഓല് വരാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോഴേ ഓല് പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ്ത് സ്റ്റുഡിയോക്ക് പോയോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കുള്ള കേക്കാണ്, പറ്റുന്നിടത്തോളം കൊണ്ടുപോകാൻ നമുക്ക് ടേസ്റ്റ് നോക്കാനല്ലേ. ഞാൻ ഉണ്ടാക്കിയതാണ്, ചിലപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും കൊണ്ടുപോയി നോക്കാം.
മക്കളെ ഇതാ കേക്ക് കൊണ്ട് നമ്മളെ ചെറുക്കന്മാരത്തേക്ക് എത്തിയോ ഞാൻ വിളിച്ചപ്പോ എന്തൊക്കെയാണ് അല്ല ഒരു ടയർ ബ്രോ കാർ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇതിന് ഷോറൂം പോയിക്കായിരുന്നു അല്ലേ? മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. കേക്ക് തിന്നിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയാം. ആ എടോ 10K ആയി. ബിലാലിജ് വല്ലതും അറിയുന്നുണ്ടോ? ആ രസമുണ്ടോ? പക്ഷെ ഞാൻ ഉള്ള കാര്യം പറയാലോ, മധുരം കുറച്ച് കമ്മിയല്ലേ സാധാ കേക്കിനേക്കാള്. അല്ല ഞാൻ ഷുഗറാ. എങ്ങനെയുണ്ട് മുമ്പിൽ സത്യം പറഞ്ഞ? പറ്റിയോ? ഇനി അവിടെ ആരൊക്കെ? സ്റ്റുഡിയോയിൽ ആരൊക്കെ? സാധനം ഉണ്ടായില്ലേ? ഇതുപോലെ എന്നും അപ്പൊ ആ ബാക്കി അക്കന്മാർക്ക് കൊടുത്തിട്ട് വരാം. കുട്ടാ എന്തായിരിക്കും? എനിക്കേടോ. ഓ എങ്ങനെയുണ്ട്? ആ കേക്ക് എങ്ങനെയുണ്ട്? ഞാൻ ഉണ്ടാക്കിയാണ്. കാര്യം എങ്ങനെയുണ്ട്? കാര്യം മറ്റേ ചെക്കന്മാരോ? പിന്നെ നമ്മളെ ഷാനൊക്കെ സ്റ്റുഡിയോയിലാട്ടോ. അപ്പൊ നമ്മളെ ചെറുക്കന്മാര് കേക്ക് സിനാനെ തിന്നിട്ട് സത്യം പറയണം. ഞാൻ ഉണ്ടാക്കിയതിന്. അപ്പൊ മക്കളെ നമ്മുടെ ചെക്കന്റെ ചാനല് മാഷാഅല്ലാഹ് 10K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അല്ലേ? കാരണം വളരെ പെട്ടെന്ന് എന്നുള്ളതാണ്. കാരണം പിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചാനൽ തുടങ്ങുമ്പോ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് 1000 അയക്കണത്. ഇവനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം മാഷാഅല്ലാഹ് വലിയൊരു ഭാഗ്യമാണ്. അത് ഭാഗ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട്. ഇപ്പൊ നമ്മളെ ചാനലിലും നോഫലിന്റെ ചാനലിലും തായറിന്റെ ഒക്കെ എല്ലാവരും കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് ഇവന്റെ മുഖം പരിചിതമാണ്. അപ്പൊ പിന്നെ റെക്കമെൻഡ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി പോയതിനെ കൊണ്ടും പിന്നെ ഇവന്റെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള നല്ല ചെക്കനാണ് ആളുകൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി അവന്റെ ചാനലിൽ കൂടെ വരും. അപ്പൊ ആരും തട്ടി മാറ്റരുത്. ഓക്കെ, കാരണം വിജയിക്കണം അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരു മേഖലയിൽ കൂടെ. കാരണം ഇപ്പൊ എന്റെ പണിയും കാര്യങ്ങളും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. പണി അപ്പുറത്തുണ്ട്. നമ്മൾ പറഞ്ഞു പണി ഒഴിവാക്കിയിട്ട് നമുക്ക് നിൽക്കരുത്. രണ്ടും കൂടി എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പോൾ ഇതിന്നൊരു ഏണിങ്സ് ആകുമ്പോൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ നടക്കും. അപ്പൊ കേക്ക് ഇജ്ജ് ഉണ്ടാക്കിയതാ? നോക്കട്ടെ ഇതെന്താവുന്നല്ല കുടിക്കത്തൊന്നല്ല. അപ്പൊ ഇനി ആൾക്കാർ ഇനി എന്ത് ചെയ്യാം, ഇനി സബ് ചെയ്യാം, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഷാക്കർ നമ്മുടെ സൗണ്ട് ഷാക്കിർക്കൊപ്പം അടിപൊളി. പിന്നെ ഒരു പാട്ടൊക്കെ ഉണ്ട്. പിന്നെ അജു പാടും. റെക്കോർഡായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ പാടിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഇവിടുന്ന് ചെയ്യാം. പാടിയൊക്കെ. അപ്പൊ മക്കളെ നമ്മളെ ചെക്കന്മാർക്ക് കേക്കും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? പക്ഷെ ആകെ ഒരു കൺഫ്യൂഷൻ വെച്ചാൽ അജു ഉണ്ടാക്കിയ കേക്കാന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കതൊരു ചെറിയൊരു വീഡിയോ കാര്യങ്ങളും കണ്ടല്ല തന്നെയാണ്. ഞാൻ പൂർണ്ണയ്ക്ക് വാങ്ങിയതെന്നല്ല വേറെ. അപ്പൊ കേക്കും കാര്യങ്ങളൊക്കെ ഇവർക്ക് എല്ലാവർക്കും പറ്റിയില്ലേ? അപ്പൊ ഇനി നമ്മളെ ചാനലിനെ പറ്റി എന്തെങ്കിലും പറയണ്ട. ചാനല് പെട്ടെന്ന് കേറി, ഇത്ര പെട്ടെന്ന് വളരെ ഭാഗ്യമുള്ളൊരു ചാനല്. ആർക്കും അങ്ങനെ കേറലില്ല. ഞാൻ നമ്മളൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടോ ഒരു ചാനലൊക്കെ കേറി വരാൻ. പക്ഷെ പെട്ടെന്ന് കേറി ഓരോരുത്തർക്കും ഓരോ ലെക്കാണ് അല്ലേ? എന്തായാലും നിലനിർത്തട്ടെ, നിലനിർത്തട്ടെ എന്ന് പറഞ്ഞാൽ കൈ നല്ലൊരു ചെക്കനാണ്. അജു നല്ലൊരു ഒരു വല്ല കച്ചറയിൽ പെട്ടാൽ ഈ കഥയും കഥാപാത്രങ്ങളും അപ്പൊ അടുത്തതായി നമുക്കൊരു പാട്ടിലേക്ക് പോവാം. അപ്പൊ മക്കളെ പാടല്ലേ? പാട്ടിലേക്ക് ലാസ്റ്റ് എല്ലാരും പാടെ ഒരു പാട്ട് പാടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് 10K 20K 30K ഇനി ആവട്ടെ അല്ലേ? പാട്ടേതാ? ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കൈയിൽ ഉണ്ടു പ്രിയേ കൽബി
കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും ധാരണയില്ല യാചകനായെന്നോ. പ്രാണസഖി നന്നായി അറിയാം ഞാനീ നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദൃഹവുമില്ല പ്രിയേ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി പങ്കിടുവാനായി നാലെണ്ണ കയ്യിൽ ഉണ്ടു പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി പങ്കിടുവാനായി നാലെണ്ണ കയ്യിൽ ഉണ്ടു പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ നാളെ കാണാം. അസ്സലാമു അലൈക്കും.